والآن إطلاق كتاب شرح لصحيح البخاري المسمى بتذكير القاري شرح صحيح البخاري الذي ألفه فضيلة العلامة الشيخ الجليل الشيخ أبو بكر أحمد مفتي الديار الهندية. وتم إطلاق مقدمة الشرح في العام الماضي بماليزيا، وتذكير القاري برز إلى النور بعد جهود المؤلف التي بذلها في أيام دراسته وفي فترات تدريسه للصحيح الطويلة. يقدم نسخة من الكتاب سعادة الأستاذ الدكتور بلال الحلاق الأمين العام لدار الإفتاء بكاليفورنيا لفضيلة العلامة الشيخ الجليل عمر بن محمد بن حفيظ حفظه الله ورعاه، فليتفضل مشكورين. സഹീഹുൽ ബുഖാരിക്ക് ഷെയ്ഖുന ഉസ്താദ് അവർകൾ തയ്യാറാക്കിയ വ്യാഖ്യാന ഗ്രന്ഥം തദ്കീറുൽ ഖാരിയുടെ ഒന്നാം ഭാഗം ഈ വേദിയിൽ വെച്ച് പ്രകാശിതമാകും. ഇവിടെ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഉസ്താദന്മാരായിരുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ പാർന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അതിന് ശേഷം അണ്ടോണ PK മുഹീദ്ദീൻ മുസ്ലിയാർ, അതിനുശേഷം ചെറുസോല ഉസ്താദ് MM അബ്ദുള്ള മുസ്ലിയാർ, നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ, ബുർഹാനുദ്ദീൻ തങ്ങൾ ദ്വീപ്, മുഹമ്മദ് മുസ്ലിയാർ മലപ്പുറം പൊടിയാട്, ഖാദി കൊയിലാണ്ടി, AP മുഹമ്മദ് മുസ്ലിയാർ, ഇപ്പം അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ KK മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ നമ്മുടെ ഉസ്താദായിരുന്ന എമ്പിച്ചാഴി ഉസ്താദ്, അതേപ്രകാരം ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ എല്ലാ വിഷയത്തിലും കൂട്ടുനിന്ന മർഹൂം C അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹൈദർ ഹാജി, പടനിലം ഹുസൈൻ മുസ്ലിയാർ, അബ്ദുൽ ലത്തീഫ് ഫൈസി ഇടക്കുളം, കൂടാതെ ഈ സ്ഥാപനത്തിന് ധാരാളം എതിർപ്പുകളും വിഷമങ്ങളുമെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പല വിധേനയുമുള്ള സഹായം ചെയ്ത ആളാണ് നമ്മുടെ മർക്കത്തിൻ്റെ ട്രഷററായി മരിച്ച ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് അധികാരി കൊടുവള്ളി. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞു, അതുപോലെ സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹ്ദൽ അവേലത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഫൗദൽ പൂക്കോയ തങ്ങൾ കോഴിക്കോട്, അതേപ്രകാരം കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി, അതേപ്രകാരം ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം സഹായം ചെയ്തിരുന്ന ആൾ നിങ്ങളാരും അറിയാത്ത മുണ്ടോളി ഹൈദർ ഹാജി, പാറന്നൂർ PP അഹമ്മദ് കോയ ഹാജി, അങ്ങനെ തുടങ്ങിയ പല ആളുകളും ഈ സ്ഥാപനത്തെ സഹായിച്ചവർ. ജപ്പാൻ മൗലാന എന്ന പേരിൽ അറിയപ്പെടുന്ന മൂസ മൗലാന, അവരെല്ലാവരും. അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്ത് വരെ എല്ലാ കൊല്ലവും നമ്മുടെ ഖത്മുൽ ബുഖാരിയിൽ സംബന്ധിക്കുന്നവരായിരുന്നു, നമുക്ക് നിർദ്ദേശം ചെയ്യുന്നവരായിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരായ എല്ലാവരുടെയും ഖബറിനെ സന്തോഷമാക്കി കൊടുക്കട്ടെ. റഹ്മാനുർ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന വിശാലമായ ഓഡിറ്റോറിയം നമുക്ക് ഉണ്ടാക്കി തന്നത് MA യൂസുഫ് അലി സാഹിബാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ അബ്ദുൽ ഖാദിർ ഹാജി എന്ന പിതാവിനും സഫിയ എന്ന എനിക്ക് തോന്നുന്നത് ഉമ്മക്കും അതുപോലെ ബന്ധപ്പെട്ട എല്ലാവർക്കും ദുആ ചെയ്യണമെന്നാണ്
അന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഇത്രയും വിശാലമായ ഒരു ഓഡിറ്റോറിയം അന്നത്തെ കാലത്ത് 25 ലക്ഷം റുപ്യ ചെലവഴിച്ചുകൊണ്ട് ഓഡിറ്റോറിയം ഇതിൻ്റെ പന്തലും എല്ലാം അദ്ദേഹമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അബ്ദുൽ ഖാദർ ഹാജിയുടെ, അതുപോലെ നമ്മുടെ ചാലിയം AP ബാബ ഹാജി, PP ബാബ ഹാജി, ഇവരെല്ലാവരും നമുക്ക് തുടക്കത്തിൽ വളരെയധികം സഹായം ചെയ്തവരാണ്. ധനം കൊണ്ട് മാത്രമല്ല, മറ്റ് പല വിധത്തിലും എതിർപ്പുകൾ വന്നപ്പോൾ അതെല്ലാം തടയാനും അതിന് വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ കൊടുവള്ളി കുഞ്ഞമ്പത് അധികാരി രാവിലെ കോഴിക്കോട്ടൊക്കെ പോയാൽ പിന്നെ വൈകുന്നേരമാണ് മടങ്ങൽ. കോർപ്പറേഷനിൽ പോയിട്ടും കോഴിക്കോട് നമ്മുടെ പള്ളി ഉണ്ടാക്കാൻ 50 പ്രാവശ്യമാണ് അധികാരി കോഴിക്കോട്ട് കോർപ്പറേഷനിൽ പോയിട്ടുള്ളതെന്ന് എനിക്ക് കണക്ക് തന്നെ ഓർമ്മയുണ്ട്. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള പള്ളി ഉണ്ടാക്കാൻ അന്നെല്ലാം വളരെ ശക്തിയായി പലരുടെയും എതിർപ്പുകൾ ഉണ്ടായിട്ടും ആ എതിർപ്പുകളൊക്കെ തരണം ചെയ്ത് അതിലെല്ലാം സഹായിച്ച പലരും ഉണ്ട്. റഹ്മത്തുള്ളാഹിം. അതുപോലെ നമ്മുടെ സമ്മേളനത്തിൽ എപ്പോഴും ഇവിടെ മുൻപന്തിയിലെത്തുന്ന സയ്യിദ് ജൂസഫുൽ ജീലാനി തങ്ങളവർകൾ, അതുപോലെ അവർ നമ്മുടെ കൂടെ ഇന്നില്ല. അതേ പ്രകാരം സയ്യിദ് ഫളുൽ ജബലേരി തങ്ങൾ ചേളാരി, അവർ മുൻപന്തിയിൽ കൊടിയും പിടിച്ചിട്ട് നമ്മളെ മുമ്പിൽ ഉണ്ടാക്കുമായിരുന്നു. താജുലർമ എല്ലാ സമയവും ഒരൊറ്റ പരിപാടിയില്ലാതെ നമുക്കിവിടെ വന്ന് അവസാനത്തെ ദുആ ചെയ്തു പോകുന്നവരായിരുന്നു. അവരുടെ മകൻ ഇപ്പം അടുത്ത മരിച്ചുപോയ ഖുറ തങ്ങൾ, അതേ പ്രകാരം എല്ലാവരുടെയും ഉസ്താദുടെ അസാധ്യതായ ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഒരു 10 കൊല്ലം തുടർച്ചയായി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇവിടെ സനദ് ദാന പരിപാടിയിൽ വലിയ സമ്മേളനത്തിൽ പങ്കെടുത്ത് നമുക്ക് കുട്ടികൾക്ക് സനദ് വിതരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ എല്ലാവരുടെയും ഉസ്താദാണ്. അങ്ങനെ തുടങ്ങിയ എല്ലാ മഹാന്മാരും മഹദികളും പേര് പറഞ്ഞവരും പറയാത്തവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഈ സദസ്സിൻ്റെ ബഹുമതി ഉലമാഇൻ്റെയും സാലിഹ്യങ്ങളുടെയും നിറഞ്ഞ ഈ സദസ്സിൻ്റെ ബഹുമതി കൊണ്ട് അവരുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെയും അവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്ത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി ശഫാഅത്തിൽ, അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കൊല്ലം ഇവിടെ നിന്ന് ഭാര്യയായി പോകുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ദർസും ജോലിയും ദീനിൻ്റെ ഖിദ്മത്തും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല ഏറ്റിത്തരട്ടെ. അല്ലാഹു തആല നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾ, ഇവിടെ കേരളത്തിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉള്ളാൾ ദർഗാ ഷരീഫിൻ്റെ കമ്മിറ്റിക്കാർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും നല്ല ബർക്കത്ത് ചൊരിച്ചു കൊടുക്കട്ടെ. നല്ല പോലെ ആ ദർഗാ ഷരീഫിൻ്റെ പ്രവർത്തനം നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഉറാളിൻ്റെ ദർഗാ ഷരീഫിൻ്റെ റൂത്ത് ഉണ്ട്. അപ്പം അതിന് ഒക്കെ നല്ലതുപോലെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേ പ്രകാരം നമ്മുടെ മർക്കത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്ത തക്കാഫലിൻ്റെ ആളുകളും അതുപോലെ തന്നെ മറ്റ് ഖിദ്മൻ്റെ ആളുകളും
ഗൾഫ് കമ്മിറ്റികളും ICF ഉം RS യും മർക്കസ് കമ്മിറ്റികളും KCF ഉം കർണാടക സ്റ്റേറ്റിലെ വിദ്യാർത്ഥികളുടെ സംഘടന അവരെല്ലാവരും അകമഴിഞ്ഞ് ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരാണ്. റഹ്മാനുറഹീമായ അല്ലാഹു അവർക്കെല്ലാവർക്കും രണ്ട് വീട്ടിൽ വിജയം നൽകുമാറാകട്ടെ. അല്ലാഹു എന്നീ എല്ലാവരെയും സന്തോഷത്തെ ആക്കണേ അല്ലാഹ്. വേദിയിൽ ഒരു മഹനീയ ഗ്രന്ഥം കൂടി പ്രകാശിതമാവുകയാണ്. ബദ്റുസാദാത്ത് സയ്യിദ് ഖലീൽ തങ്ങൾ അവറുകളുടെ ജീവിത ചരിത്രം, ജീവിതം ഇതുവരെ എന്ന ഗ്രന്ഥം ഷെയ്ഖുന ഉസ്താദ് അവറുകൾ കഴിച്ചു കൊടുക്കി ഷെയ്ഖ് സയ്യിദ് ഹബീബ് ഉമർ തങ്ങൾക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. والآن إطلاق الكتاب الذي ألفه فضيلة العلامة الشيخ الجليل بدر السادات الحبيب السيد إبراهيم خليل البخاري رئيس جامعة معدن الثقافة الإسلامية يقدم نسخة منه فضيلة العلامة الشيخ أبو بكر أحمد لفضيلة العلامة الشيخ عمر بن حفيظ حفظهم الله ورعاهم جميعا. والآن لوحة الشكر والتقدير يقدمها فضيلة العلامة الشيخ الجليل الشيخ أبو بكر أحمد لفضيلة العلامة الشيخ عمر بن حفيظ حفظهم الله ورعاهم جميعا. والآن إطلاق كتاب آخر هو كتاب نصب القوام في نصرة علم الكلام الذي ألفه الطالب الباحث بكلية الشريعة بجامعة مركز الثقافة السنية الإسلامية محمد النوراني. ഇമാം ബുഖാരി തങ്ങളെക്കുറിച്ച് ഉസ്ബെക്കിസ്ഥാൻ്റെ ചരിത്രത്തെ ഷെയ്ഖുന ഉസ്താദിൻ്റെ ബുഖാരി ദർസിനെയും സംബന്ധിച്ച് ജാമിയ വിദ്യാർത്ഥി മുഹമ്മദ് അമീൻ രചിച്ച കന്നഡ ഭാഷയിലുള്ള ഗ്രന്ഥം പ്രകാശിതമാകുന്നു. ജാമിയ വിദ്യാർത്ഥി മുഹമ്മദ് അമീൻ രചന നടത്തിയ ഇമാം ബുഖാരിയെക്കുറിച്ചുള്ള ഗ്രന്ഥം പ്രകാശിതമാകുന്നു. മർക്കസ് ഇഹ്റാം സമ്മർ ക്യാമ്പ് വേനൽ മഴയുടെ ലോഗോ പ്രകാശിതമാകുന്നു. മർക്കസിൻ്റെ തക്കാഫുൽ ക്യാമ്പയിനിൽ ഏറ്റവും വിജയകരമായി പൂർത്തീകരിച്ച മർക്കസ് PRO VP മുഹമ്മദ് സഖാഫി വില്യാപ്പള്ളിക്കുള്ള ഉപഹാരം വേദിയിൽ വെച്ച് നൽകുന്നു. ഓണാക്കട്ടെ. നീ വേണ്ട. ഇത് നമ്മൾ തക്കാഫിൽ ചേർക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചേർത്തിയ ആളാണ് വില്യാപ്പള്ളി മുഹമ്മദ് സഖാഫി. ആ വകെ ബദ്റുസാദാത്ത് സയ്യിദ് ഖലീൽ തങ്ങൾ അവറുകൾ അല്പസമയം സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അത് കൊടുക്കാം. രണ്ട് കഴിവത് റഹ്മാനുറഹീമായ അല്ലാഹ്
ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇതിനെ ധനം കൊണ്ടും വാക്കുകൊണ്ടും മറ്റ് പല നിയമങ്ങളെ കൊണ്ടും സഹകരിച്ച എല്ലാ മൂമിനുകൾക്കും സ്വാലിഹായ അമലാക്കി തരണേ അല്ലാഹ്. സഹീഹുൽ ബുഖാരി എന്ന കിതാബ് ലോകത്ത് വെച്ച് പരിശുദ്ധ ഖുർആന് ശേഷം ഏറ്റവും ബലമായതാണ് എന്ന് മുസ്ലിം ലോകത്തിൻ്റെ ഇത്തിഫാക്കുള്ളതാണ്. ആ കിതാബ് ദർസ് നടത്താനും പഠിപ്പിക്കാനും നീ തൗഫീഖ് തന്നത് കൊണ്ടാണ്. അത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഖിദ്മത്തുകളെല്ലാം കബൂൽ ചെയ്യണേ അല്ലാഹ്. അടുത്തവനെ ഇപ്പോഴും ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നാളെ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിലും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇനിയും ഒരുപാട് കാലം നിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെല്ലാവരും നിൻ്റെ നോട്ടത്തിലാണ്. നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാഹ്. അള്ളാഹുവിൻ്റെ നോട്ടം ഒരിക്കലും ഉണ്ടാക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളും വന്നുപോയാൽ നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. അടുത്തവനെ നമ്മളെ കുട്ടികൾക്ക് മുത്തഅല്ലിമീങ്ങൾക്കെല്ലാം നല്ല ജോലി എത്രയും പെട്ടെന്ന് നീ ആക്കിക്കൊടുക്കണേ അല്ലാഹ്. അടുത്തവനെ ഈ കൊല്ലം പഠിച്ചവർ അവരെ മാർക്ക് ലിസ്റ്റ് നോക്കി സമ്മാനം കൊടുത്തിട്ടില്ല. അങ്ങനെ അവർക്കും ഈ കൊടുത്ത ആളുകൾക്കും എല്ലാവർക്കും നല്ല ജോലി ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റഹ്മാനുർ റബ്ബേ, അവിവാഹിതർക്ക് വിവാഹം നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരിമാരെയും മക്കളെയും കെട്ടിച്ചയക്കാനുള്ളവർക്ക് അതിൻ്റെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനുർ റബ്ബേ, ഞങ്ങൾ ഒരുപാട് സഖാഫികൾ 14,000-ഓളം സഖാഫികളുള്ളതിൽ കുറേ ആളുകൾ മരണപ്പെട്ടു പോയി. ഈ കൊല്ലം ചെറുത് വാങ്ങേണ്ടിയിരുന്ന ഒരു സഖാഫി അടക്കം ബാസിത്ത് അടക്കം എല്ലാവരും മരിച്ചുപോയ അവർക്ക് മുഴുവൻ നീ സ്വർഗം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ബദറുസ്സാദാത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിരുന്ന ദ്വീപുകാരനായ അഗത്തി ദ്വീപുകാരനായ ഒരു സഖാഫിയും മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സഖാഫികൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതുപോലെ ഈ മർക്കത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ തെർമീമ് അതിനുവേണ്ടി കാശുകൾ പല സ്ഥലത്തു നിന്നും ശേഖരിച്ച് കൊണ്ടുവന്ന സഖാഫികളുണ്ട്. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അടുത്തവനെ ഞങ്ങളെ സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാഹ്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന കൂട്ടത്തിൽ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി നീ സഹായിക്കണേ അല്ലാഹ്. ആമീൻ. നീ ബദറിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് ഞങ്ങൾ നീ ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ആമീൻ. മുഴുവൻ സഖാഫികൾക്കുമുള്ള കോട്ട് മലേഷ്യ കുവൈത്തി കമ്മിറ്റികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവർക്ക് വേണ്ടി കൊല്ലം നമ്മളെ LED എല്ലാം ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടമാണല്ലോ. ഞാൻ ദുബൈയിൽ പോകുമ്പോഴൊക്കെ അവിടുത്തെ ദിവസം നടത്തും ഇവിടുത്തെ കുട്ടികൾ കാണുകയും കേൾക്കുകയും ചെയ്യും. അതെല്ലാം
ആളുകളാണ്. അതുപോലെ നമ്മുടെ സഹീഹുൽ ബുഖാരിയുടെ ഷറഹ് ഇപ്പോൾ എഴുതി രണ്ടാമതിനെ തബീയ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വായിച്ചു തരുന്ന 2-3-4 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് എല്ലാം നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ. തദ്കീറുൽ ഖാരിയുടെ 1-ാം വാള്യം ഏറ്റെടുത്തിരിക്കുന്നത് 2010 അതിൻ്റെ സഖാഫി 1-ാം ബാച്ച്. വാല്യം ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. നമ്മളെ ഭാവനയനുസരിച്ച് 25-28 വാല്യങ്ങൾ അത് വരും എന്നാണ് തോന്നുന്നത്. അതിൽ പ്രത്യേകമായി ഒരു പുതിയ അഭിപ്രായമൊന്നുമില്ല. ഇന്നും നിലവിലുള്ള ധാരാളം ഷറഹുകൾ, ആ ഷറഹുകളിൽ മുഖ്താറായത് നക്കൽ ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ആണ് ആ ഷറഹിൻ്റെ രീതി. തദ്കീറുൽ ഖാരി എന്നാണ് പേര്. നിങ്ങളെല്ലാവരും അത് വാങ്ങി നോക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് അച്ചടിക്കാനുള്ള സഹായം പലരും തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതെല്ലാം കിട്ടിയിട്ട് അടിക്കാനും പ്രസിദ്ധീകരിക്കാനും തൗഫീഖ് ചെയ്യണം അല്ലാഹ്. അർഹമുർറഹീമായ റബ്ബേ, ഇപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിന് വരെ വളരെയധികം ധനം സഹായിക്കുകയും അതുപോലെ ഇവിടെ വന്ന് മുത്താലിമീങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള അരി നൽകുകയും ഭക്ഷണം പാകം ചെയ്തു തരികയും ചെയ്ത ആൾ അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇപ്പോൾ ഈ പരിപാടി വളരെയധികം ഭംഗിയാക്കി നടത്താൻ നമ്മുടെ വളണ്ടിയർമാർ യൂണിഫോമൊന്നും ധരിക്കാതെ വളരെ അച്ചടക്കത്തോടുകൂടി ഈ പരിപാടി നടത്തിത്തന്ന വളണ്ടിയർമാർക്കും ഖാദിമീങ്ങൾക്കും ഈ മർക്കത്തിലുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ എത്ര ഞെരുങ്ങിയിട്ടാണ് നമ്മളെ മുത്താലിമീങ്ങൾക്ക് ഒരു ഭാഗം ഭക്ഷണം, മറുഭാഗത്ത് ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതെല്ലാം പാകം ചെയ്യുന്നത് ശമ്പളം നോക്കിയൊന്നുമല്ല, ഉറക്കം ഒഴിച്ചിട്ട് പാകം ചെയ്ത് തരുന്ന സാധുക്കളായ ആളുകളാണ്. അവർക്കെല്ലാം നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. ഈമാനും തഖ്വയും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരെയും ഞങ്ങളെയും അവരെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. സ്വഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ വാള്യം ബഹുമാനപ്പെട്ട തങ്ങളവരുടെ വലങ്കയ്യ പോലെ മലപ്പുറത്ത് പ്രവർത്തിച്ച ഒരാളായിരുന്നു കുഞ്ഞാപ്പു ഹാജി. അയാൾ മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ ഉമറിലെ ഉമർ ഇവിടെ പഠിച്ച ആളാണ്, ഖാലിദ് സഖാഫിയും. അള്ളാഹു താല അവർക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു താല നമ്മളെ സഹായിച്ച എല്ലാവർക്കും, നമ്മളെ മദീൻകുട്ടി ഹാജി എല്ലാ സമയവും സഹായിക്കുന്ന ആളാണ്, ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. അതേപ്രകാരം നമ്മുടെ ഓരോരുത്തരും പേരെടുത്ത് പറയാനാവില്ല. നമ്മുടെ കുട്ടികൾ പലരും ചെന്ന് പറയുമ്പോൾ യാതൊരു മടിയും കൂടാതെ സഹായിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നീ തൗഫീഖും ബർക്കത്തും ഏറ്റി കൊടുക്കണം അല്ലാഹ്. റഹ്മാനേ, ഈ കുട്ടികളുടെ ഇൽമിനെ നീ നാഫിയാക്കണേ അല്ലാഹ്. നാഫിയ ഇൽമാക്കി കൊടുക്കണേ അല്ലാഹ്. ലോകമാന്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നാഫിയായ ഇൽമുള്ള ആലിമീങ്ങളെ കൂട്ടത്തിലും മുത്താലിമീങ്ങളെ കൂട്ടത്തിലും നീ ഞങ്ങളെ എല്ലാവരെയും പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട നൂറുല്ലമയും കന്ദുലമയും അങ്ങനെയുള്ള ആലിമീങ്ങളൊക്കെ മരണപ്പെട്ടു പോയി. അവർക്കെല്ലാം അവരുടെ മീസാൻ ഖൈറിനെ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ ബർക്കത്ത് കൊണ്ട് മാണിക്കോത്ത് ഉസ്താദ് ജാമിയ സഹദിയൻ്റെ പ്രിൻസിപ്പൾ രോഗമായി ആശുപത്രിയിലാണ്. അള്ളാഹു നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇത്
ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ ജാമ്യയിൽ ഫത്വഹ് അതിൻ്റെ റിപ്പയറിൻ്റെ അതിൻ്റെ എല്ലാ നടത്തിപ്പിൻ്റെയും കമ്മിറ്റി അതിൻ്റെ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്ത് വളരെയധികം സഹായിക്കുന്ന ആളാണ് നമ്മുടെ കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി. അദ്ദേഹം സുഖമില്ലാതെ ആയിരുന്നു, ഇപ്പം സുഖമുണ്ട്. ഇനിയും സുഖം കിട്ടാൻ നിങ്ങളെല്ലാം ദ്വാരക്കണം. അള്ളാഹു താല ശിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു താല വർക്കത്തിന് ഏറ്റി കൊടുക്കട്ടെ. സഹീഹുൽ ബുഖാരിയുടെ ഷറഹിൻ്റെ 1-ാം വാള്യം പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നത് 2010 ബാച്ചിലെ സഖാഫികളാണ്. വ്യത്യസ്ത ബാച്ചുകളിലെ സഖാഫികൾ ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ശക്തി പകരുകയാണ്. അവർക്കെല്ലാം വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. സഖാഫികൾക്കുള്ള കോട്ട്, ഉസ്താദുമാർക്കുള്ള വസ്ത്രം എന്നിവ നൽകിയത് കുവൈറ്റ് കമ്മിറ്റിയും മലേഷ്യ കമ്മിറ്റിയുമാണ്. അവർക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും. റമളാൻ്റെ 25-ാമത്തെ രാവിൽ മഹത്തായ ഖുർആൻ സമ്മേളനവും ഹാഫിളുകൾക്ക് ഉള്ള സനദു ദാനവും നടക്കുന്നു. അനേകം അതിഥികളും അനേകായിരം മോമിനീങ്ങളും സംബന്ധിക്കുന്ന പരിശുദ്ധ ഖുർആൻ്റെ പ്രൗഢമായ വേദിയിൽ റമളാൻ്റെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനും എല്ലാ സഹോദരങ്ങളെയും ക്ഷണിക്കുന്നു, ഉണർത്തുന്നു. ബദ്റുൽ കുബ്ര റമളാൻ 17-ാമത് ശേഷിയിൽ കഴിഞ്ഞ കൊല്ലം 25,000-ഓളം ആൾ നോമ്പ് തുറന്ന പരിപാടിയാണ്. അത് റമളാൻ 17-ാം രാവിലാണ്, 16-ാം രാവിലെ എല്ലാവരും അതും വിജയിപ്പിക്കണം. ഇവിടുത്തെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കണം.